ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് സിമെട്രി എലമെന്റിന്റെ ലാസ്റ്റത്തെ ഒരു എലമെന്റ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മള് രണ്ട് ക്ലാസ്സുകളിലായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താണെന്ന് സിമെട്രി എലമെന്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ പ്ലെയിൻ ഓഫ് സിമെട്രി പറഞ്ഞു, പിന്നെ ഇൻവേർഷൻ സെന്റർ പറഞ്ഞു. ലാസ്റ്റത്തെ നമ്മുടെ സിമെട്രി എലമെന്റ് ആണ് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയാം. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ആണ് SN എന്ന് പറയുന്നത്. SN നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷനെ CN എന്ന് പറഞ്ഞു. ഇത് ഇംപ്രോപ്പർ ആണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ വെച്ചാൽ അവിടെ റൊട്ടേഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ എന്തോ കൂടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ SN നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക, ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു CN ആക്സിസിലൂടെ നമ്മുടെ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യും. അത് കൂടാതെ ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ ഇവരെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മൾ രണ്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ CN ആക്സിസിലൂടെ ഇവരെ റൊട്ടേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ആക്സിസ് ആണോ എടുത്തത് ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ ഇവരെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഓർഡർ എനിക്ക് തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ആദ്യം ആ മോളിക്യൂളിനെ എന്ത് ചെയ്തു, ഒരു പ്ലെയിനിലൂടെ റിഫ്ലക്ട് ചെയ്തു. ആ റിഫ്ലക്ട് ചെയ്തതിന് ശേഷം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള CN ആക്സിസിലൂടെ എനിക്ക് അവരെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു പ്ലെയിനിലൂടെ അവരുടെ റിഫ്ലക്ട് ചെയ്തതിന് ശേഷം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള CN ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള മിറർ അല്ലെ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം കിട്ടേണ്ടത്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഒരു മോളിക്യൂളിന് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പോസിബിൾ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം XYZ കോർഡിനേറ്റ്സിന്റെ കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ ഇവരെ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതെന്റെ X ആക്സിസ്, ഇതെന്റെ Z ആക്സിസ്, ഇതെന്റെ Y ആക്സിസ്. ഓക്കെ, ഞാനിപ്പോ ഇതൊരു വാട്ടർ മോളിക്യൂളിന്റെ കേസ് വെച്ച് പറയാം. ഇവിടെ ഓക്സിജൻ, ഇവിടെ ഹൈഡ്രജൻ ഒരാള്, ഇവിടെ ഹൈഡ്രജൻ വേറൊരാള്, H1 എന്നും H2 എന്നും പറഞ്ഞു. ഓക്കെ, ഇത് വാട്ടറിന്റെ കേസ് വെച്ചാണ്. അപ്പൊ ഈ വാട്ടറില് നമ്മളിപ്പോ C2 ആക്സിസ് ആണ് വാട്ടർ എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ അതിന്റെ കൂടെ കോർഡിനേറ്റ്സ് വെച്ചും കൂടി ഇനി പറയാൻ പഠിക്കുവാണ്. ഇവിടെ വാട്ടറിനുള്ളത് ഈ ഒരു ആക്സിസ് ആണല്ലോ, അതിന്റെ സെന്ററിലൂടെ പോകുന്ന ഒരു ആക്സിസ്, അതായത് Z ആക്സിസിലൂടെ പോകുന്ന ഒരു റൊട്ടേഷൻ ആണ് ആർക്കുള്ളത്, വാട്ടർ മോളിക്യൂളിനുള്ളത്. അതുകൊണ്ട് അവരെ നമുക്ക് C2Z ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് വാട്ടറിനുള്ളത് എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ വാട്ടറിനൊരു X ഡയറക്ഷനിലൂടെ ഒരു റൊട്ടേഷൻ ചേഞ്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ, ഒന്ന് റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ X ആക്സിലൂടെ ഇവരെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ മേലെ പോകും അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഈ മോളിക്യൂളും ഈ പറഞ്ഞ ഈ സെക്കൻഡ് കിട്ടിയതും ഈ ഫസ്റ്റ് കിട്ടിയതും തമ്മിൽ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, വാട്ടറിനൊരു C2X റൊട്ടേഷൻ പോസിബിൾ അല്ല എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഞാനൊരു അമോണിയ മോളിക്യൂൾ എടുത്തു. ഇത് അമോണിയയുടെ X ആക്സിസ്, ഇത് അവരുടെ Z ആക്സിസ്, ഇത് അവർക്ക് Y ആക്സിസ്. അമോണിയ എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ഏത് ആക്സിസ് ആണ്? C3 ആക്സിസ് ആണ്. അതും ഈ ഒരു നൈട്രജനിലൂടെ പോകുന്ന, ഈ നൈട്രജന്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ആർക്കുള്ളത്? അമോണിയക്കുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു Z ആക്സിസിലൂടെ പോകുന്ന ഒരു റൊട്ടേഷൻ ആണ് ആർക്ക് പോസിബിൾ ആയിട്ടുള്ളത്? അമോണിയക്കുള്ളത്. അപ്പൊ നമുക്ക് അമോണിയക്ക് C3Z ആക്സിസ് ആണുള്ളത് എന്ന് പറയാം. C3Z ആക്സിസ് ഓഫ് റൊട്ടേഷൻ.
ഓക്കെ, ഇനി എക്സും വൈയും ഇസഡും എല്ലാം ഉള്ള ഒരു മോളിക്കൂൾ നമുക്ക് എടുത്തു നോക്കാം. ഞാൻ ഈ ഒരു മോളിക്കൂള്, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ഇത് ഈ മോളിക്കൂളിന്റെ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യാം. ഇത് ഈ മോളിക്കൂളിന്റെ ഇസഡ് ആക്സിസ്, ഇത് ഈ മോളിക്കൂളിന്റെ വൈ ആക്സിസ്. ഓക്കെ, ഞാനപ്പോ ഈ 3 ആക്സിസിലൂടെയും എന്ത് ചെയ്യുവാണ്, റൊട്ടേഷൻ പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ എക്സിന്റെ കേസ് എടുത്തു. അപ്പോൾ ഇവിടെ എക്സിന്റെ കേസ് എടുത്ത് ഞാൻ അപ്പോ മറ്റു രണ്ടുപേരെ ഞാൻ മായ്ക്കാം, നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഈ എക്സ് ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചേഞ്ച് ആ വരുന്നത്, ഈ ടോപ്പിലുള്ളത് ബോട്ടത്തിൽ വരും. ഇവർ രണ്ടുപേരും 2ഉം 3ഉം അവരുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും, 1ഉം 4ഉം അവരുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആ ഇമേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഒറിജിനൽ മോളിക്യൂളുമായിട്ട് ഇൻഡിസ്റ്റിങ്വിഷബിൾ തന്നെയാണ്. കാരണം ഹൈഡ്രജന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്താലും അത് ഹൈഡ്രജൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അതായത് ഇവിടെ ഇവിടെ 3ക്ക് പകരം 3 ഇവിടെ വന്നു, 2 ഇവിടെ വന്നു, 4 ഇവിടെ വന്നു, 1 ഇവിടെ വന്നു. എന്നാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുത്ത ഒറിജിനൽ മോളിക്കൂൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോളിക്കൂളിന് C2X പോസിബിൾ ആണ്. ഓക്കെ, ഞാൻ ഇതിന്റെ C2Y ഇനി എടുക്കാൻ പോവാണ്. ഈ മോളിക്കൂളിന്റെ C2Y, അതായത് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇവരെ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഇതിലൂടെ ഈ ബോണ്ടിലൂടെ ഒരു Y ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ആ വരുന്നത്, ഈ 4 റൊട്ടേറ്റ് ചെയ്ത് 3യിൽ വരും. ഓക്കെ, ഈ H4 എന്ന് പറയുന്നത് H3യിൽ വരും. അതുപോലെ ഈ H2 എന്ന് പറയുന്നത് H1ലും വരും. അത്രയും C2 ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ C2Y എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള H4ന് പകരം ഈ ഒരു H3 വരും. ഇവര് തമ്മിൽ അതായത് ഡയഗണൽ ആയിട്ടൊരു ആറ്റംസിന്റെ ചേഞ്ച് ആണ് കാണാൻ കഴിയുക. H1ന്റെ സ്ഥാനത്ത് H2ഉം വരും. ഓക്കെ, അപ്പൊ ഫൈനൽ ഇമേജ് എന്ന് പറയുമ്പോൾ 3യുടെ സ്ഥാനത്ത് 4 വരും, 4ന്റെ സ്ഥാനത്ത് 3 വരും, 1ഉം 2ഉം അതുപോലെ ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ ഡയഗണലി ഉള്ളൊരു ഡയഗണൽ ആറ്റംസ് ആണ് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴ് നമ്മൾ C2Y എടുക്കുമ്പോൾ. ഓക്കെ, ഞാൻ ഇനി ഇവർക്ക് ഒരു ആക്സിസും കൂടെ നമുക്ക് നോക്കാം. ഇവർക്ക് ഇസഡ് ആക്സിസ് പോസിബിൾ ആണോ നോക്കാം. ഇസഡ് ആക്സിസ് ഇവർക്ക് പോസിബിൾ ആണ്, 3ഉം 1ഉം 2ഉം 4ഉം. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ 3 കേസിലും C2X എടുത്തപ്പോഴും C2Y എടുത്തപ്പോഴും C2Z എടുത്തപ്പോഴും ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോ ഇതിൽ ഏതിനെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കണം എന്നൊരു ഇത് നമ്മൾ പഠിച്ചത് ഹയർ ഓർഡർ ആയിട്ടുള്ളവരെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കാം എന്നാണ്. പക്ഷെ ഇവിടെ എല്ലാം C2 തന്നെയാണ്. അപ്പൊ ഇതില് ഏതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ജനറലി നമ്മൾ ആരെയാണ് എടുക്കാറ്, C2Zനെയാണ് മോസ്റ്റ് കേസസിലും നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കാറ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ റൊട്ടേഷന്റെ കാര്യം. ഇത്ര നേരം നമ്മൾ 3 ആക്സിസിലൂടെയുള്ള റൊട്ടേഷൻ ആണ് പറഞ്ഞത്, C2X, C2Y, C2Z. അങ്ങനെ റൊട്ടേഷന്റെ കാര്യം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലെയിനിനെയും എന്ത് ചെയ്യണം, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ വാട്ടർ തന്നെ എടുത്തു. വാട്ടർ, ഇത് അവരുടെ എക്സ്, ഇത് ഇസഡ്, ഇത് വൈ. ഓക്കെ, ഞാൻ ഇനി പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം 2 കോർഡിനേറ്റ്സ് പോസിബിൾ ആണ്. അതായത് എക്സ് ഇസഡ്, പ്ലെയിനിൽ എക്സ് ഇസഡ്, അതുപോലെ എക്സ് വൈ ആകാം, അല്ലെങ്കിൽ ഇസഡ് വൈ ആകാം. ഇങ്ങനെ 2 കോർഡിനേറ്റ്സുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പ്ലെയിനിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വാട്ടറിന് എന്ത് പ്ലെയിൻ ആണുള്ളത്, ഒന്ന് നമ്മുടെ ഈ മോളിക്യൂളിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു പ്ലെയിന്, ആ മോളിക്യൂളിനെ കട്ട് ചെയ്ത് പോകുന്നത്.
അത് ഏത് പ്ലെയിൻ ആയിരിക്കും? സിഗ്മ എക്സ് ഇസഡ് ആയിരിക്കും അവർക്ക്. അതായത് ആ നമ്മുടെ സ്ക്രീനിലൂടെ പാസ് ചെയ്ത് പോകുന്നത് എക്സും ഇസഡും ആക്സിസ് ആണ് അതിൽ കവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? സിഗ്മ എക്സ് ഇസഡ് ആണ്. ഇതുപോലെ തന്നെ വാട്ടറിന് വേറൊരു പ്ലെയിൻ കൂടെ ഉണ്ട് അല്ലെ? വാട്ടറിന് 2 പ്ലെയിൻ ഓഫ് സിമെട്രി ആണുള്ളത്. അതിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ടറിനുള്ള ആ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ സെന്ററിലൂടെ ഓക്സിജനിലൂടെ ഈ ഒരു സെന്ററിലൂടെ പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് പ്ലെയിൻ ആണ്? സിഗ്മ വൈ ഇസഡ് പ്ലെയിൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ H1നെയും H2നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ വാട്ടറിന് 2 പ്ലെയിൻസ്, 2 സിഗ്മ വി ഉണ്ട്. ഒന്ന് സിഗ്മ എക്സ് ഇസഡും ഒന്ന് സിഗ്മ വൈ ഇസഡും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിഗ്മ വി എന്നും സിഗ്മ വി ഡാഷ് എന്നുമാണ് നമ്മൾ പറയാറ്. അപ്പൊ രണ്ടും 2 പ്ലെയിനിലൂടെയാണ് അവരുടെ പ്ലെയിൻ ഓഫ് സിമെട്രി പോകുന്നത്. രണ്ടും ഡിഫറെന്റ് കോർഡിനേറ്റ്സ് ആണ്, സിഗ്മ എക്സ് ഇസഡും സിഗ്മ വൈ ഇസഡും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ C2X C2Y C2Z പറയാനെടുത്ത എഥീൻ മോളിക്യൂളിന്റെ അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ വെച്ച് പ്ലെയിൻ പറയാം. ഇത് ഇവരുടെ എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ ഒന്ന് ഈ സ്ക്രീനിലായിട്ട് പോകുന്നത് ഇങ്ങനൊരു സ്ക്രീനിലൂടെ തന്നെ പോകുന്ന ഒരു പ്ലെയിൻ ഇവർക്കുണ്ട്. അത് ആരെയാണ് കവർ ചെയ്യുന്നത്? സിഗ്മ എക്സ് ഇസഡ്. ഓക്കെ, രണ്ടാമത്തേത് സിഗ്മ എക്സ് ഇസഡ് എന്ന് വെച്ചാൽ ആ പ്ലെയിനിലൂടെ പോകുന്നത്. നെക്സ്റ്റ് ഈ സെന്ററിലൂടെ ഒരു പ്ലെയിൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോഴ് ഈ 1ഉം 2ഉം റിഫ്ലക്ട് ചെയ്യും, 3ഉം 4ഉം റിഫ്ലക്ട് ചെയ്യും. ഇത് ഏത് പ്ലെയിൻ ആണ്? സിഗ്മ വൈ ഇസഡ് പ്ലെയിൻ ആണ്. ഇതുപോലെ തന്നെ വേറൊരു പ്ലെയിൻ കൂടെ ഉണ്ട്. ഈ സെന്ററിലൂടെ ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെ ഒരു പ്ലെയിന്. അതായത് എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലെയിൻ. ഇപ്പൊ ടോട്ടൽ ഈ ഒരു മോളിക്യൂളിന് 3 പ്ലെയിൻ ഓഫ് സിമെട്രി പോസിബിൾ ആണ്. സിഗ്മ എക്സ് ഇസഡ്, സിഗ്മ വൈ ഇസഡ്, സിഗ്മ എക്സ് വൈ. ഓക്കെ, ഇനി നമുക്ക് ഒരു മോളിക്യൂളിന് ഏത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് പോസിബിൾ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഒരു ജനറലി നമുക്ക് ജനറൽ കേസിൽ പറയുവാണെങ്കിൽ ഒരു CN ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉള്ള ഒരു മോളിക്യൂളിന് ഐദർ അവർക്ക് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആബ്സെന്റ് ആയിരിക്കും, അതായത് 0 ആയിരിക്കും, കാണുകയില്ല. അല്ലെങ്കിൽ അവർക്ക് SN, അതായത് നമ്മുടെ ഈ N ഓർഡർ അത് തന്നെയുള്ള ഒരു ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ S2N ആയിരിക്കും, ഈ നമ്മുടെ Nന്റെ ഡബിൾ അതായിരിക്കും ഇവർക്കുണ്ടാവുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഒരു മോളിക്യൂളിന് SN ആണോ S2N ആണോ അതോ 0SN ആണോ? ഇതിൽ ഏത് കേസിലാണ്, അത് എപ്പോഴാണ് ഈ ഒരു പോസിബിലിറ്റീസ് ഉണ്ടാവുക എന്ന് നമ്മൾ അറിയണം. അതിനെ നമ്മൾ നോക്കേണ്ടത് സിഗ്മ എച്ചിന്റെ കാര്യമാണ്. സിഗ്മ എച്ചിന്റെ കാര്യം നോക്കണം. ഇപ്പോ ഒരു മോളിക്യൂളിന് സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ അവർക്ക് സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ അവർക്ക് SN ഉണ്ടാവില്ല. അല്ലെങ്കിൽ SN ഉണ്ടെങ്കിൽ തന്നെ അത് SN ആയിരിക്കും, നമ്മുടെ ആ CN മോളിക്യൂളിലെ SN ആയിരിക്കും അവർക്കുണ്ടാവുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനി സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ അവർക്ക് 0SN ആയിരിക്കും, അല്ലെങ്കിൽ S2N ആയിരിക്കും അവർക്കുണ്ടാവുന്നത്. ഇത് രണ്ടും ഓർത്തു വെക്കുക. സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ 0SN ഓർ SN ആയിരിക്കും. സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ 0SN ഓർ S2N ആയിരിക്കും. ഇപ്പൊ സിഗ്മ എച്ച് വെച്ചാണ് നമ്മൾ പറയുന്നത് SN ആണോ S2N ആണോ അതോ 0SN ആണോ എന്നുള്ളത്.
ഓക്കെ, ഇനി ഒരു ജനറൽ കേസ് ഞാനിപ്പം എ എന്ന് പറഞ്ഞൊരു മോളിക്കൂൾ എടുത്തു. അതിനെ ഞാൻ CN ചെയ്തു. ഓക്കെ, CN ചെയ്യുമ്പോൾ എനിക്ക് ബി കിട്ടി. അതിനെ വീണ്ടും ഞാൻ പെർപെൻഡിക്കുലർ സിഗ്മ എടുത്തു. അപ്പൊ എനിക്ക് സി കിട്ടി. ഇതിൽ ഈ എയും ബിയും ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അതായത് എയും ബിയും നമ്മൾ CN റൊട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഇമേജും നമ്മുടെ ഫസ്റ്റ് ഒറിജിനൽ മോളിക്കൂളും ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ എയും സിയും എന്തായിരിക്കണം? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് SN പോസിബിൾ ആകൂ എന്ന് പറയാൻ പറ്റൂ. ഇനി നേരെ തിരിച്ച് ഞാൻ ഇവിടെ സിഗ്മ ചെയ്തിട്ടാണ് CN പെർപെൻഡിക്കുലർ ചെയ്തതെന്ന് വെക്കുക. ഓക്കെ, അങ്ങനാണെങ്കിലും A to B, അതായത് സിഗ്മ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ കിട്ടണം നിർബന്ധമില്ല. പക്ഷെ ആ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ CN ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് എന്തായിരിക്കണം? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം. ഇനി നമുക്ക് ഓരോ എക്സാമ്പിളും അതിന്റെ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. ജനറൽ ആയിട്ടുള്ള ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നോക്കോളൂ, ഞാനൊരു CH4 മോളിക്കൂൾ എടുത്തു. CH4. ഈ CH4ന്റെ സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. അതായത് C, 2 ഹൈഡ്രജൻ ഒരേ പ്ലെയിനില്, ഒരെണ്ണം എബവ് ദ പ്ലെയിനും ഒരെണ്ണം ബിലോ ദ പ്ലെയിൻ ആണ്. അതായത് ഈ 4 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മോളിക്കൂളിന് ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ ഇവർക്ക് പോസിബിൾ ആണോ? 90 ഡിഗ്രി റൊട്ടേഷൻ പോസിബിൾ ആണോ? അല്ല. കാരണം ഇവർക്ക് എന്താ ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ല. ഇവരുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4ഉം ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്. നമ്മളിപ്പോ ഇന്നലെ സ്ക്വയർ പ്ലാനാർ ആയിട്ടുള്ള പ്ലാറ്റിനം PtCl4 കണ്ടപ്പോ അവർക്ക് C4 ആക്സിസ് ഉണ്ട്. 90 ഡിഗ്രി റൊട്ടേഷൻ പോസിബിൾ ആണ്. കാരണം ആ 4 പേരും ഒരേ പ്ലെയിനിലാണ്. പക്ഷെ ഇവർക്കെന്ന് പറയുന്നത് ഒരു C4 ആക്സിസ് ഇവർക്ക് പോസിബിൾ അല്ല. ഇവർക്കുള്ളത് C2ഉം C3ഉം മാത്രമാണ്. CH4 എന്ന് പറഞ്ഞ മോളിക്കൂളിനുള്ളത് ഒരു C2 ആക്സിസും ഒരു C4 ആക്സിസും ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ എയിം എന്ന് പറയുന്നത് ഇവരുടെ ഏത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എന്റെ മുമ്പിൽ ഫസ്റ്റത്തേത് ഒന്നെങ്കിൽ 0SN, അല്ലെങ്കിൽ SN, അല്ലെങ്കിൽ S2N. അതിനു മുന്നേ ഞാൻ നോക്കേണ്ടത് ഈ മോളിക്കൂളിന് സിഗ്മ H ഉണ്ടോ എന്നാണ്. ഈ മോളിക്കൂളിന് സിഗ്മ H ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഞാനിതൊരു 3Dയിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. ഈ CH4ന്റെ 3D റെപ്രസെന്റേഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പോൾ ഈ CH4ന് ശരിക്കും എന്തില്ല? ഒരു സിഗ്മ H പോസിബിൾ അല്ല. കാരണം ഇങ്ങനൊരു പ്ലെയിൻ ഇവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ 4ഉം ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിഗ്മ H ഇവർക്ക് പോസിബിൾ അല്ല. സിഗ്മ H ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഓർക്കുക. സിഗ്മ H ആബ്സെന്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് SN ഉണ്ടാവില്ല, അല്ലെങ്കിൽ SN പോസിബിൾ ആണെങ്കിൽ തന്നെ അത് എന്തായിരിക്കും? S2N ആയിരിക്കും ഇവർക്കുള്ളത്, സിഗ്മ H ആബ്സെന്റ് ആയ കേസിൽ. അപ്പൊ ഈ കേസിൽ CH4 എന്ന് പറയുമ്പോൾ ഇവർക്കുള്ളത് ഏത് ആക്സിസ് ആണെന്ന് പറഞ്ഞാൽ C2 ആക്സിസോ അല്ലെങ്കിൽ C3 ആക്സിസോ ആണ് ഇവർക്കുള്ളത്. അപ്പോ ഈ C2ൽ തന്നെ 0S2 ഓർ S2 അല്ലെങ്കിൽ S4. നമ്മൾ സിഗ്മ H നോക്കിയപ്പം ഇവർക്ക് സിഗ്മ H ആബ്സെന്റ് ആണ്. സോ ഈ ഒരു ചാൻസ് ഇവിടെ കളയാം. പിന്നെ ഉള്ളത് S4 ആണോ അതോ സീറോയുടെ കേസോടെ നിൽക്കട്ടെ. നമ്മളിപ്പോ S4 ഒന്ന് ചെക്ക് ചെയ്തിട്ട് S4 ഇല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് പറയാം? ഇവർക്ക് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇല്ല എന്ന് പറയാം. അപ്പൊ അതിന് മുന്നേ ഞാൻ S4 ഇവർക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. S4 ഉണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഇതിനെ C4 ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ഇമേജിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ അവരെ ഞാൻ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് S4 ആക്സിസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, S4 എന്ന് പറയുമ്പോൾ ഏതാ ചെയ്യേണ്ടത്? C4 വേണം ചെയ്യാനും. ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ഹൈഡ്രജന് പകരം ABCD എന്ന് റെപ്രസെന്റേറ്റീവ് ആണ്. ഓക്കെ, ഇത് C,
ഈ എയും ബിയും സെയിം പ്ലെയിനിലാണ് കിടക്കുന്നത്. അതാണ് ഞാൻ ഈ സിംഗിൾ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, സിംഗിൾ ലൈൻ. സിയും ഡിയും എബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനെ ഒരു C4 ആക്സിൽ ഇവരെ റൊട്ടേറ്റ് ചെയ്യുവാണ്. C4 എന്ന് വെച്ചാൽ എന്താ? 90 ഡിഗ്രി റൊട്ടേഷൻ ആണ്. C4 എന്ന് പറയുമ്പോൾ ഇവരെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഈ എബവ് ദ പ്ലെയിനിൽ കിടന്നിരുന്ന ഈ ബി എന്ന് പറഞ്ഞത് പ്ലെയിനിൽ കിടന്നതായിരുന്നു. ആ പ്ലെയിനിൽ കിടന്നതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എബോവിൽ വരും. അതായത് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന പോലെ വരും. എ എന്ന് പറയുന്നത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് സ്ക്രീനിലേക്ക് പോകുന്ന പോലെ തോന്നും. ഇനി ഈ സിയും ഡിയും തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ 90 ഡിഗ്രി അല്ലേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഡി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നതും എന്തിലായിട്ട് വരും? പ്ലെയിനിലായിട്ട് മാറും. അത് ഞാനൊന്ന് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 90 ഡിഗ്രി ഞാൻ ഇവരെ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോൾ C4 ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തു. പ്ലെയിനിൽ ഉണ്ടായിരുന്ന ബിയും പ്ലെയിനിൽ ഉണ്ടായിരുന്ന എയും എബോവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനുമായിട്ട് മാറി. ഇനി എബോവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനുമായിട്ട് നിന്നവര് പ്ലെയിനിലുമായിട്ട് മാറി. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ 1ഉം 2ഉം ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ? അല്ല, ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ല. ഇനി നമുക്ക് ഇത്രയും കൊണ്ട് തീരുന്നില്ല. ഇനി നമ്മൾ ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സിഗ്മ കൂടി എടുക്കുക. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സിഗ്മ കൂടി നമ്മൾ എടുക്കണം. നമ്മൾ ഈ C4 ആക്സിൽ, ഈ ഒരു ആക്സിസിലല്ലേ ഇവരെ റൊട്ടേറ്റ് ചെയ്തത്. അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പ്ലെയിനില് ഇതും പെർപെൻഡിക്കുലർ അല്ലേ? അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ഇവരെ ഞാൻ റിഫ്ലക്ട് ചെയ്യിക്കുവാണ്. ഈ ഒരു C4 ആക്സിൽ റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ വെച്ചിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുവാണ്? റിഫ്ലക്ട് ചെയ്യിക്കുവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്, ഈ ബി എന്ന് പറയുന്നത് എവിടെ വരും? സിയിൽ റിഫ്ലക്ട് ചെയ്യും. എ എന്ന് പറയുന്നത് എവിടെ റിഫ്ലക്ട് ചെയ്യും? ഡിയിൽ റിഫ്ലക്ട് ചെയ്യും. അങ്ങനല്ലേ? ആ സെന്ററിലൂടെ ആ പ്ലെയിൻ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലോട്ട് രണ്ടുപേരും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഫൈനൽ ആയിട്ട് എനിക്ക് കിട്ടുന്നത് സിയും ഡിയും ഇവിടെ റിഫ്ലക്ട് ചെയ്തു. ബിയും എയും ഇവിടെ റിഫ്ലക്ട് ചെയ്തു. ഇവിടെ ഈ 1ഉം 2ഉം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. നമുക്ക് ആ ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ ആണ് ഇവിടെ കിട്ടിയത്. അതായത് ഈ ഇവിടെ രണ്ടുപേര് എബോവ് ദ പ്ലെയിൻ ബിലോ ദ പ്ലെയിൻ, ഇവിടെ അതുപോലെ തന്നെ. ഇവിടെ രണ്ടുപേര് പ്ലെയിനില്, ഈ സൈഡിലും രണ്ടുപേര് പ്ലെയിനില്. പക്ഷെ ആറ്റംസ് ഇവിടെ സെയിം ആണോ? അല്ല. അപ്പൊ ഇവര് ഐഡന്റിക്കൽ അല്ല, പക്ഷെ ഇവരെന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് അവർക്ക്. പക്ഷെ 1ഉം നമ്മൾ നേരത്തെ C4 എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയതും ഒറിജിനൽ മോളിക്യൂളും ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ലായിരുന്നു. സിഗ്മ എച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിനിലൂടെ ഞാൻ ഇവരെ റിഫ്ലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഒറിജിനൽ മോളിക്യൂളിന്റെ അതേ കോൺഫിഗറേഷൻ തന്നെ കിട്ടി. ഓക്കെ, അപ്പോ CH4ന് എന്ത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് പോസിബിൾ? S4. അത് നോട്ട് ചെയ്ത് വെക്കുക. CH4ന് S4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇവർക്ക് C2 S2 ഇല്ല. കാരണം എന്താ? ഇവർക്ക് സിഗ്മ എച്ച് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല? S2 പോസിബിൾ അല്ല. ഓക്കെ, ഇനി SN n ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും കിട്ടുക. ഈ SN n ടൈംസ്, അതായത് S6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. E ആയിരിക്കും. എപ്പോഴാണ്? n ഈവൻ ആണെങ്കിൽ. ഓക്കെ, n ഈവൻ ആണെങ്കിൽ SN പവർ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിറ്റി എലമെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഓഡ് ആവുന്ന കേസിൽ എന്താണെന്നും കൂടെ നോക്കണം.
എസ് എൻ എന്ന് പറയുന്നത് ഇ ആണ് വെൻ എൻ ഈസ് ഈവൻ. എസ് എൻ പവർ 2n ആണ് ഐഡന്റിറ്റി എലമെന്റ് വെൻ എൻ ഈസ് ഓഡ്. n ഓഡ് ആവുന്ന കേസില് എസ് എൻ 2n ആണ് ഐഡന്റിറ്റി എലമെന്റ്. n ഈവൻ ആവുന്ന കേസില് എസ് എൻ n ആണ് ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് S3 S3 6 ആണ് എന്ത് ഐഡന്റിറ്റി എലമെന്റ്. പക്ഷേ S6ന്റെ കേസില് S6 ആണ് ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നലെ നമ്മൾ CNന്റെ കാര്യം ഇതുപോലെ കണ്ടായിരുന്നു. CNന്റെ സിഗ്മയുടെയും കാര്യം ഇതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് CN പവർ n ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. C3 3 എന്ന് പറയുന്നത് E ആയിരിക്കും. C2 2 എന്ന് പറയുന്നത് E ആയിരിക്കും. അതുപോലെ സിഗ്മ റേസ് ടു n എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. എപ്പോഴാണ്? n ഈവൻ ആണെങ്കിൽ. ഓക്കെ, അല്ലാത്ത കേസിൽ സിഗ്മ n എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും n ഓഡ് ആണെങ്കിൽ. ഓക്കെ, ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ S4 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്കൊരു C4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു സിഗ്മ അവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി S4 എന്നുള്ള 4 റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു SN n എന്ന് പറയുന്നത് E ആയിരിക്കും, SN2n എന്ന് പറയുന്നത് E ആയിരിക്കും. എപ്പോഴാണ് ഈ n ഓഡ് ആവുന്ന കേസിൽ SN2n ആണ് ഐഡന്റിറ്റി എലമെന്റ്, n ഈവൻ ആവുന്ന കേസിൽ SN n ആണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുവാണ്, നമ്മളൊരു S4 എടുത്തു. ഇവിടുത്തെ n എന്താണ്? ഈവൻ ആണ്. അപ്പൊ ഇതിനെ ഞാൻ S4 എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? C4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചെയ്യും, പ്ലസ് പെർപെൻഡിക്കുലർ ആയിട്ട് അവർക്കൊരു സിഗ്മയും കൂടെ ചെയ്യും. അപ്പൊ ഈ C4 ആക്സിസിൽ തന്നെ C4 ആക്സിസ് എപ്പോഴാണ് ഐഡന്റിറ്റി എലമെന്റ് എനിക്ക് തരുന്നത്? C4 4 ആവുമ്പോഴല്ലേ ഐഡന്റിറ്റി എലമെന്റ് ആവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു CN n എന്ന് പറയുന്നത് E ആണെന്ന് പറഞ്ഞു. അപ്പൊ C4 4 എന്ന് പറയുന്നത് E ആണ്. അപ്പൊ ഇത് 4 തവണ ചെയ്യുമ്പോൾ S4 4 എന്തായിക്കോളും? E ആയിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ സിഗ്മ പവർ 4 എന്ത് തന്നെയാണ്? E തന്നെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, സിഗ്മ പവർ n എന്ന് പറയുന്നത് E ആണ്. എപ്പോഴാ? n ഈവൻ ആണെങ്കിൽ. ഇപ്പൊ സിഗ്മ പവർ 4ഉം E തന്നെയാണ്, C4 4ഉം E തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ടുപേരും റൊട്ടേഷനും അതുപോലെ റിഫ്ലക്ഷനും ഐഡന്റിറ്റി എലമെന്റ് ആകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷനും ഐഡന്റിറ്റി ആകൂ. ഒന്നുകൂടെ പറയാം, ഈ SN എന്ന് പറയുന്നത് രണ്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നതാണ്. ഒന്ന് റൊട്ടേഷനും ചെയ്യും, ഒന്ന് റിഫ്ലക്ഷനും ചെയ്യും. അപ്പൊ ഈ റൊട്ടേഷനും റിഫ്ലക്ഷനും ഐഡന്റിറ്റി എലമെന്റ് ആയാൽ മാത്രമേ SNഉം ഐഡന്റിറ്റി എലമെന്റ് ആകൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് ഒരു n ഈവൻ ആവുന്ന കേസിലാണ്, S4ന്റെ കേസിലാണ്. ഓക്കെ, S4ന്റെ കേസില് C4 4 എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. അതുപോലെ തന്നെ സിഗ്മ പവർ 4 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പോൾ ഈ S4 ടൈംസ് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടിക്കോളും? ഐഡന്റിറ്റി എലമെന്റ് കിട്ടിക്കോളും. ഓക്കെ, ഇനി ഞാനൊരു ഓഡ് എന്നായിട്ടുള്ള കേസ് എടുത്ത് കാണിക്കാം. S3 എടുത്തു. S3ക്ക് ഏത് ആക്സിസാ പോസിബിൾ? C3 ആക്സിസ് അല്ലേ പോസിബിൾ. എനിക്ക് ടോട്ടൽ എന്താ? ഇത് ഒരു ഐഡന്റിറ്റി എലമെന്റ് ആകണം. ഇതൊരു ഐഡന്റിറ്റി എലമെന്റ് ആവണമെങ്കിൽ എന്റെ റൊട്ടേഷനും ഐഡന്റിറ്റി എലമെന്റ് ആകണം, റിഫ്ലക്ഷനും ഐഡന്റിറ്റി എലമെന്റ് ആവണം. അപ്പൊ ഈ S3യില് ആദ്യം ഈ C3 ആക്സിസ് എന്താകണം? ഐഡന്റിറ്റി എലമെന്റ് ആവണം. ആ C3 ആക്സിസ് എപ്പോഴാണ് ഐഡന്റിറ്റി ആവുന്നത്? C3 3 ടൈംസ് എടുക്കുമ്പോഴാണ്, അല്ലേ? പക്ഷെ എന്റെ ഈ സിഗ്മ 3 എന്ന് പറയുന്നത് E ആണോ? അല്ല. എനിക്ക് ഈ കേസ് ഓക്കെ ആയി. C3 3 എടുക്കുമ്പോൾ
ഐഡന്റിറ്റി എലമെന്റ് റൊട്ടേഷനിൽ ഓക്കെ ആയി, പക്ഷെ റിഫ്ലക്ഷനിൽ ഓക്കെ ആയില്ല. കാരണം സിഗ്മ പവർ 3 എന്ന് പറയുന്നത് ഇ അല്ല, എൻ ഓഡ് ആണെങ്കിൽ സിഗ്മ പവർ എൻ എന്ന് പറയുന്നത് സിഗ്മയായിരിക്കും. എൻ ഓഡ് ആവുന്ന കേസിൽ, എപ്പോഴാണ് എൻ ഓഡ് ആകുന്ന കേസിൽ സിഗ്മ പവർ എൻ എന്ന് പറയുന്നത് സിഗ്മയായിരിക്കും, ഇ അല്ല. അപ്പൊ എനിക്ക് ആ സിഗ്മ കൂടി ആ റിഫ്ലക്ഷൻ കൂടി ഐഡന്റിറ്റി ആയാലേ എസ് എൻ എന്ന് പറയുന്നത് എന്താകൂ, ഐഡന്റിറ്റി ആകൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സിഗ്മ പവർ 6 എടുത്താലേ, സിഗ്മ പവർ 6 എടുത്താലേ എനിക്ക് എന്ത് കിട്ടൂ, ഇ കിട്ടൂ, ഐഡന്റിറ്റി എലമെന്റ് ആകൂ. അപ്പോ ഇത് മാത്രം 6 എടുത്തിട്ട് കാര്യമില്ല, മറ്റേ നമ്മുടെ റൊട്ടേഷനും C3 6 എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോഴും നമുക്ക് എന്താ ഇത് ഓക്കെ, ഇത് ഈ തന്നെയാണ്. അപ്പോ C3 6ഉം ഈ തന്നെയാണ്, C6ഉം ഈ തന്നെയാണ്. അപ്പോ ഏത് ചേഞ്ച് വരുത്തിയപ്പോഴാണ് എനിക്ക് S3 എന്ന് പറയുന്നവർ ഐഡന്റിറ്റി ആക്കാൻ പറ്റിയത്? SN2N എടുത്തപ്പോഴാണ് ഇവരെ എനിക്ക് എന്താക്കാൻ പറ്റിയത്, ഐഡന്റിറ്റി എലമെന്റ് ആക്കാൻ പറ്റിയത്. ഇത് ഓഡ് എൻ ഓഡ് ആവുന്ന കേസ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ തന്നെയാണ് എടുക്കുവാണ്. H1 H2 വാട്ടർ മോളിന്റെ ആക്സിസ് ഏതാ? വാട്ടർ മോളിക്യൂളിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ C2 അല്ലേ? അപ്പൊ 3 ചാൻസ്, ഒന്നെങ്കിൽ 0SN, അല്ലെങ്കിൽ S2, അല്ലെങ്കിൽ S4. ഇവർക്ക് ഇതിൽ ഏതാണുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ മോളിക്യൂളിന് സിഗ്മ എച്ച് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം അല്ലേ? ഓക്കെ, വാട്ടർ മോളിക്യൂളിന് സിഗ്മ എച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ എടുത്താൽ ഇവിടെ ഹൈഡ്രജനെ റിഫ്ലക്ട് ചെയ്യാൻ ആളുണ്ടോ? ഇല്ല. അപ്പൊ ഇവർക്ക് എന്തില്ല? സിഗ്മ എച്ച് ഇല്ല. സിഗ്മ എച്ച് ഇല്ല എങ്കിൽ ഓക്കെ, വാട്ടർ മോളിക്യൂൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ എച്ച് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഒരു മോളിക്യൂൾ പോസിബിൾ ആണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ആദ്യം അവർക്ക് സിഗ്മ എച്ച് ഉണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോ വാട്ടർ മോളിക്യൂളിന് എന്തില്ല? സിഗ്മ എച്ച് ഇല്ല. സിഗ്മ എച്ച് ഇല്ലെങ്കിൽ രണ്ട് പോസിബിലിറ്റി, 0SN ഓർ S2. സോറി, സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ, സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ എന്തായിരുന്നു പറഞ്ഞത് നമ്മള്? 0SN ഓർ S2N ആയിരിക്കും എന്നാ പറഞ്ഞത്. S2N ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരിക്കലും SN വരികയില്ല, SN വരികയില്ല. സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ SN എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തില്ല? S2 ഇല്ല. വാട്ടറിന് നമ്മൾ ആദ്യം സിഗ്മ എച്ച് നോക്കി, സിഗ്മ എച്ച് ഇല്ല. സിഗ്മ എച്ച് ഇല്ലെങ്കിൽ അവർക്ക് എന്ത് കാണുകയില്ല? SN കാണുകയില്ല. ഈ കേസിൽ ഇത് C2 ആക്സിസ് ആണ്, അതുകൊണ്ട് തന്നെ S2 ഇവർക്ക് ഇല്ല. ഇനി ഞാൻ നോക്കേണ്ടത് എന്താ? S2N ഉണ്ടോ എന്ന് നോക്കുക, S4 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. S4 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വാട്ടർ മോളിക്യൂളിന് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷനേ ഇല്ല എന്ന് പറയാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് S4 ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്? ആദ്യം ഞാൻ വാട്ടർ മോളിക്യൂളിന്റെ ഒരു C4 എടുത്തു. C4 എന്ന് വെച്ചാൽ അവരെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വാട്ടറിന്റെ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. 90 ഡിഗ്രിയുള്ള റൊട്ടേഷൻ. ഇത് രണ്ടും പ്ലെയിനിൽ കിടന്ന ഹൈഡ്രജൻ ആയിരുന്നു, 1ഉം 2ഉം പ്ലെയിനിലായിരുന്നു. പക്ഷെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പം ഒരാള് എബവ് ആയിട്ടും ഒരാൾ ബിലോ ആയിട്ടും മാറി. ഓക്കെ, ഇനി ഈ C4 ആക്സിസിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതല്ലേ? ഇതല്ലേ ഇവരുടെ പെർപെൻഡിക്കുലർ പ്ലെയിൻ, സിഗ്മ എച്ച് എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ എടുത്തതിനെ റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? എനിക്ക് കിട്ടുന്നത് ഈ ഹൈഡ്രജൻ ഈ എബോയിൽ പോവും, ഈ ഹൈഡ്രജൻ ഇവിടെ വരും, താഴെ ഒരു എലമെന്റും ഇല്ല. ഓക്കെ, അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇവർക്ക് സിഗ്മ എച്ച് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് ദാ ഇത് H1ഉം ഇതിങ്ങനെ H2ഉം. നോക്കിക്കേ, ഈ 1ഉം 2ഉം തമ്മിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വാട്ടറിന് 0SN ആണ്, അവർക്ക് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം.
ബെൻസീൻ മോളിക്കൂൾ എടുക്കാം, C6H6. ഇവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണ്? C6 ആണ്. അപ്പൊ 3 കണ്ടീഷൻ, ഒന്നെങ്കിൽ അവർക്ക് SN ഇല്ല, അല്ലെങ്കിൽ അവർക്ക് S6 ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് S12 ആയിരിക്കും. ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കണം. അതിന് ഫസ്റ്റ് നമ്മൾ ആ മോളിക്കൂളിൽ സിഗ്മ H പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ബെൻസിൻ മോളിക്കൂളിന്റെ സ്ട്രക്ചർ വരച്ചിട്ട് അവർക്ക് സിഗ്മ H ഉണ്ടോ ഇല്ലയോ നോക്കാം. സിഗ്മ H എന്ന് പറയുമ്പോൾ ഇതാണ് അവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ C6. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാന്ന് വെച്ചാൽ എന്താ, ആ പ്ലെയിനിൽ ആ മോളിക്കൂളിനെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലെയിൻ പോവുക. അങ്ങനെ പോയാൽ നമുക്ക് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ഇമേജ് കിട്ടി, ഇവർക്ക് സിഗ്മ H പ്രസന്റ് ആണ്. ഓക്കെ, സിഗ്മ H പ്രസന്റ് ആണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ 0SN അല്ലെങ്കിൽ SN ആയിരിക്കും എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതില് SN ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാ. N എന്ന് പറഞ്ഞ ഇവിടെ 6, അപ്പൊ ഇവർക്ക് S6 ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. S2Nന്റെ കേസ് വിട്ടു. S2N എന്ന് പറയുന്ന പോസിബിലിറ്റി സിഗ്മ H ആബ്സെന്റ് ആകുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ സിഗ്മ H എനിക്ക് പ്രസന്റ് ആണ്, അപ്പൊ ഞാൻ എന്ത് നോക്കാൻ പോവാണ്, ഈ മോളിക്കൂളിന് S6 ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ ആദ്യം C6 റൊട്ടേഷൻ ചെയ്യാൻ പോവാണ്. ഇതല്ലേ അവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇങ്ങനെ ഒരു ആക്സിസ്. ഇപ്പൊ C6 ചെയ്യുന്ന വെച്ചാൽ ഓരോ ഹൈഡ്രജൻ കാർബൺ ആറ്റംസും അവരുടെ പൊസിഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ 6 എന്ന് പറയുന്നത് എവിടെ വരും, ഇങ്ങനെ 6 ഇവിടെ വരും, 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും, 4, 5. ഓക്കെ, ഇങ്ങനൊരു ഇമേജ് കിട്ടി. ഇനി ഇതായിരുന്നു എന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതിന് പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയുമ്പോൾ, ഈ അകത്തൂടെ പോകുന്നതിന് പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയുമ്പോൾ എന്താ, ഈ മോളിക്കൂൾ തന്നെ കട്ട് ചെയ്യുന്നതല്ലേ, ഈ മോളിക്കൂൾ തന്നെ കട്ട് ചെയ്യുന്നതാണ്. എന്നൊന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാം. ഇതായിരുന്നു എന്റെ C6 എങ്കിൽ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ടെന്ന് വെച്ചാൽ ഈ മോളിക്കൂളിനെ തന്നെ കട്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ. അങ്ങനെ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് തന്നെ കിട്ടുള്ളൂ, പൊസിഷൻസ്, ആറ്റത്തിന്റെ പൊസിഷൻസ് ഒന്നും ഒരു ചേഞ്ച് വരുത്തില്ല. അപ്പൊ ഈ രണ്ടുപേരും ഒരേപോലെ തന്നെ കിട്ടുമല്ലോ. അപ്പൊ അവരെന്താണ്, ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബെൻസീൻ എന്ത് പോസിബിൾ ആണ്, S6 പോസിബിൾ ആണ്. ഓക്കെ, അപ്പോ നമ്മള് ഇത്ര നേരം കണ്ടത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ റൊട്ടേഷൻ പ്ലസ് ഒരു പെർപെൻഡിക്കുലർ റിഫ്ലക്ഷൻ ആണ് പറയുന്നത്. നമുക്ക് ഓർഡർ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കോർഡിനേറ്റ് പ്ലെയിൻസിൽ ആക്സിസ് ഓഫ് റൊട്ടേഷനെയും പ്ലെയിൻസിനെ അതുപോലെ പ്ലെയിൻ ഓഫ് സിമെട്രിയും പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു കണ്ടീഷൻ, എപ്പോഴാണ് ഒരു മോളിക്കൂൾ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പോസിബിൾ ആവുക, നമ്മൾ SN 0SN അല്ലെങ്കിൽ S2N അങ്ങനെ കേസ്, സിഗ്മ H പ്രസന്റ് ആണോ സിഗ്മ H ആബ്സെന്റ് ആണോ എന്ന് നോക്കി അങ്ങനെ 2-3 എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഒരു 3D റെപ്രസെന്റേഷനിൽ ഈ SN എങ്ങനെയാണ് ഒരു മോളിക്കൂളിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുക എന്ന് പറയാം. ഓക്കെ, 3Dയില് നമ്മൾ ആദ്യം CH4 ആയിരുന്നു തന്നെ പറയാം. ഈ CH4 C3 ആക്സിസ് പോസിബിൾ ആണ്, C2 ആക്സിസും പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു CH4 S4 ഇല്ല, സോറി C4 ഇല്ല, അവർക്ക് C4 ആക്സിസ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞായിരുന്നു. ഇവർക്ക് C2 പോസിബിൾ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ S നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്ത് കാണിക്കുന്നത് പറയാം.
ഇത് ഇവരുടെ ആക്സിസ് കാണുന്നില്ലേ നിങ്ങള്? C4 ആക്സിസ് കാണുന്നുണ്ടല്ലോ. ആ C4 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിനും കാണുന്നില്ലേ? ആദ്യം ഒരു മിനിറ്റ് ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ? ആദ്യം ഇവര് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് റിഫ്ലക്ട് ചെയ്തു. റൊട്ടേറ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഒരേ കോൺഫിഗറേഷൻ അല്ല കിട്ടുന്നത്. റിഫ്ലക്റ്റൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സെയിം കോൺഫിഗറേഷനിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ പഠിച്ച ബെൻസീന്റെ കേസ് നോക്കാം. ബെൻസീനില് നോക്കാം. ഇത് അവരുടെ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്, ആക്സിസും കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഫെറോസിൻ സ്റ്റാഗേർഡ് ഫെറോസിൻ ആണ്. ഇവിടെ ഇവരുടെ സിഗ്മ നോക്കിക്കേ. ഇവർക്ക് സിഗ്മ ഡി ഉണ്ട്, കണ്ടു. ഇവർക്ക് സിഗ്മ ഡി മാത്രമേ ഉള്ളൂ, ഇവർക്ക് സിഗ്മ എച്ച് ഇല്ല. അപ്പൊ സിഗ്മ എച്ച് ഇല്ലെങ്കിൽ C5 ആണ് ഇവർക്ക് ആക്സിസും. അപ്പോ ഇവർക്ക് എന്ത് കാണുകയില്ല? S5 കാണുകയില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കണം ഒരു മോളിക്യൂളിന് സിഗ്മ എച്ച് ഉണ്ടോ എന്ന്. ഇവർക്ക് സിഗ്മ എച്ച് ഇല്ല. ഓക്കെ, അപ്പൊ സിഗ്മ എച്ച് ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് പോസിബിൾ അല്ല? S5 പോസിബിൾ അല്ല. പിന്നെ ഇവർക്കുള്ള ഏതാണ്? S2N, S10 ആണ് ഇവർക്ക് കാണുന്നത്. ഓക്കെ, ഇതാണ് ഇവരുടെ ആക്സിസും പ്ലെയിനും. ഞാന് റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. നോക്കിക്കോളൂ, ആ ഒരു ആക്സിൽ ആദ്യം റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും അവരെ റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഇവർക്ക് S10 ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി വേറൊരു മോളിക്യൂൾ എടുത്ത് കാണിക്കാം. ഇതൊരു അലീൻ മോളിക്യൂൾ ആണ്. ഈ അലീന് ഏത് ആക്സിസ് ആണ് ആദ്യം ഉള്ളത് നമ്മൾ നോക്കുക. ഇവർക്കൊരു C2 ആക്സിസ് ആണുള്ളത്. കണ്ടോ, ഒരു C2 ആക്സിസ് ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് സിഗ്മ ഏതാണുള്ളത്? ഇവർക്ക് സിഗ്മ ഡി എ ഉള്ളൂ. ഇവർക്ക് എന്തില്ല? സിഗ്മ എച്ച് ഇല്ല. ഓക്കെ, അപ്പൊ സിഗ്മ എച്ച് ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് പോസിബിൾ അല്ല? S2 പോസിബിൾ അല്ല. ഇവർക്ക് C2 ആക്സിസ് ആണ്. നമ്മൾ നോക്കി സിഗ്മ എച്ച് മോളിക്കൂൾ ഉണ്ടോ നോക്കി, ഇല്ല. കാരണം ഇവിടുത്തെ 2 ഹൈഡ്രജനും ഒരു പ്ലെയിനിലും ഒരാള് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരാള് സ്ക്രീനിലോട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തില്ല? സിഗ്മ എച്ച് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പൊ അവർക്ക് പിന്നെ നമുക്കിപ്പം CNല് ഒന്നെങ്കിൽ SN അല്ലെങ്കിൽ S2N. അപ്പൊ SN എന്നുള്ള ചാൻസ് ഇവിടെ നിന്നു, കാരണം സിഗ്മ എച്ച് ഇല്ല. പിന്നെ ഇവർക്കുള്ളത് S2N ആണ്, അതായത് S4 ആണ് ഇവർക്കുള്ളത്. നോക്കാം, നിങ്ങൾ ആക്സിസ് കാണുന്നുണ്ടല്ലോ, ആക്സിസും ഇതാണ് എന്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഞാൻ ആദ്യം റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. കണ്ടോ, റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. എനിക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ കിട്ടി. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സൈക്ലോഹെക്സൈൻ്റെത് ഇവർക്ക് C3 ആക്സിസ് ആണുള്ളത്. C3 ആക്സിസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കണം ഇവർക്ക് സിഗ്മ എച്ച് ഉണ്ടോ എന്ന്. ഇല്ല, ഇവർക്ക് സിഗ്മ എച്ച് ഇല്ല. അപ്പോ S3 പോസിബിൾ ആണോ? അല്ല. പിന്നെ ഇവർക്ക് എന്തായിരിക്കും? S6 ആയിരിക്കും പോസിബിൾ. റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. അപ്പോ സൈക്ലോഹെക്സൈന് ഏത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് പോസിബിൾ? S6. ഓക്കെ, ഇനി വേറൊരു മോളിക്യൂള് സൾഫറിന്റെ ഒരു മോളിക്യൂള്. ഓക്കെ, ഇതില് നമ്മൾ ഇന്നലെ ഇതിനൊരു റൊട്ടേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഇവർക്ക് 4 സൾഫർ ഒരു പ്ലെയിനിലും ബാക്കി 4 കുറച്ച് റേസ് ചെയ്താ നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഇവർക്ക് C4 ആക്സിസ് ഇവർക്ക് പോസിബിൾ ആണ്. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇവർക്ക് എന്തുണ്ട്? C4 ആക്സിസ് ഉണ്ട്. ഇനി ഇവരുടെ സിഗ്മ നോക്കുമ്പോൾ സിഗ്മ ഡി ഉണ്ട്. സിഗ്മ ഡി
മാത്രം ഇവർക്കുള്ളൂ. ഇവർക്ക് എന്തില്ല? സിഗ്മ എച്ച് ഇല്ല. ഓക്കെ, അപ്പൊ സിഗ്മ എച്ച് ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് പോസിബിൾ അല്ല? S4 പോസിബിൾ അല്ല. ഈ ഒരു മോളിക്കൂളിന് C4 ആക്സിസ് ആണ് ഉള്ളത്, പക്ഷേ സിഗ്മ എച്ച് ഇല്ല. സിഗ്മ എച്ച് ഇല്ലാത്തപ്പോ ഇവർക്ക് S4 പോസിബിൾ അല്ല. പിന്നെ ഇവർക്കുള്ള ഏതായിരിക്കും? S8 ആയിരിക്കും. ഓക്കെ, ഇതാ നിങ്ങൾ കാണുന്നില്ലേ ആ ആക്സിസും ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിനും ഇതാ റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ S8 ഏതാണ്? S8 എന്ന് പറഞ്ഞ സൾഫർ മോളിക്കൂളിന് S8 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഉള്ളത്. വേറൊരു മോളിക്കൂൾ നോക്കാം. അമോണിയം NH4+ എന്ന് പറയുന്നത് നമ്മുടെ CH4 സ്ട്രക്ചറിന് സിമിലർ ആണ്. അവിടെ കാർബണിന്റെ സ്ഥാനത്ത് നൈട്രജൻ ആവുന്നേ ഉള്ളൂ. ബാക്കി 4 ഹൈഡ്രജൻസും 2 എണ്ണം ഒരേ പ്ലെയിനില്, ബാക്കി 2 എണ്ണം എബോവ് ബിലോ, ഒരാൾ ഫ്രണ്ടിലോട്ട് ഒരാൾ ബാക്കിലോട്ടായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പൊ ഈ CH4 പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഏതൊക്കെ റൊട്ടേഷൻ? C3യും C2 മാത്രമേ ഉള്ളൂ. CH4 കേസ് പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊരു സിഗ്മ എച്ച് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇവർക്ക് S2 എന്നൊരു ചാൻസ് ഇവിടെ ഇല്ല. നമ്മളപ്പോ ഇവർക്ക് എന്താണ്? S4 നോക്കുവാണ്. ഇതാ കാണുന്നില്ലേ? S4 നമ്മുടെ ആ സെന്ററിലൂടെ പോകുന്ന ആ ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതാ റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല? കണ്ടോ, ആ മൂവ്മെന്റ് നോക്കിയാൽ മതി. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് കിട്ടത്തില്ല. ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം മാത്രമേ നമുക്ക് അത് ഒബ്സർവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ക്യൂബേ എന്ന് പറഞ്ഞൊരു മോളിക്കൂളില് അവർക്ക് C4 ആക്സിസ് ആണുള്ളത്. അവർക്ക് സിഗ്മ എച്ച് പോസിബിൾ ആണ്. സോ അവർക്ക് ഒരു സെക്കൻഡ്, സിഗ്മ എച്ച് ഇവർക്കപ്പോ S4 ഉണ്ട്, S6 ഉണ്ട്. നമുക്കിപ്പോ S4 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. C4 ആക്സിസ് ഇവർക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് എന്തുകൊണ്ട്? സിഗ്മ എച്ചും ഉണ്ട്. സോ ഇവർക്ക് S4 പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ആദ്യം ആ മോളിക്കൂളിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടൊന്ന് റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്താൽ മതി? റൊട്ടേറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു എങ്ങനെയാണ് അവർക്ക്. പിന്നെ നമ്മള് CN ആണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ SN ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ SN കാണും, അല്ലെങ്കിൽ S2N കാണും. അത് ഓരോ കേസും എങ്ങനെയാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തോടുകൂടി നമ്മുടെ സിമ്മട്രി എലമെന്റ്സ് എന്നുള്ള ആ ഒരു 4 എലമെന്റ്സിനെ കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.